ബഹുമാനരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ നാഥൻ അത്യുദ്ധാരനാണ്, പ്രതാപശാലിയാണ്, ദയാലുവാണ്. നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചാണ് ഇബ്നു മാജ അതുപോലെ തന്നെ ഇമാം ഹാക്കിം എല്ലാം റിപ്പോർട്ട് ചെയ്തൊരു പ്രബലമായ ഹദീസാണത്. ഈ ഹദീസ് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാണ്. പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു പ്രാർത്ഥിക്കാത്തവരോട് വെറുപ്പ് കാണിക്കുന്നതാണ്. അപ്പം അത്രയും അള്ളാഹു നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആണ്. അതിനാൽ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നത്. നിങ്ങൾ അതായത് പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. ബാഗിൻ്റെ ഇക്കാമത്തിൻ്റെ ഇടയിൽ, നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ, മഴ പെയ്യുമ്പോൾ, അങ്ങനെ ഒരുപാട് സമയങ്ങളുണ്ട്. ഒരുപാട് സമയങ്ങൾ, ഇത് എല്ലാ സമയവും ഇവിടെ പറയാൻ പറ്റില്ല, പറയാൻ സമയമില്ല. അതിനാൽ നിങ്ങളെല്ലാം അള്ളാഹുവിനോട് രണ്ട് കൈകളും ഉയർത്തി പ്രാർത്ഥിക്കണം. രണ്ട് കൈകളും ഉയർത്തി പ്രാർത്ഥിച്ച് വിനയത്തോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകുന്ന ആളെന്നുള്ള പ്രബലമായ ഹദീസുണ്ട്. ഈ ഹദീസ് വായിക്കുക. ഈ ഹദീസിൻ്റെ ഞാൻ ടെക്സ്റ്റ് ഇതിലിടുന്നുണ്ട്. അപ്പം ഞാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഹദീസ് പറയുന്നത്, നമുക്ക് പാഠമാക്കുന്നത്, അള്ളാഹുവിനോട് വിനയാന്വിതനായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. തീർച്ചയായും അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. അതൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുകയുമാണ്. അതിനാൽ ഈ ഒരു സംഗതി മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരം കിട്ടുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ തിരഞ്ഞു പിടിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശ കാര്യങ്ങളെല്ലാം ലക്ഷ്യപ്രാപ്തി ലഭിക്കുമെന്നാണ് ഈ ഹദീസ് കൊണ്ട് മനസ്സിലാക്കുന്നത്. വഖൈറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.